40,000 ഇല്ലേ? 40,000 ഉള്ളൂ. 40,000 ഉണ്ടായിട്ടാണോ? നമ്മുടെ കേരളത്തിലെ ഒരു MBBS ഗ്രാജുവേറ്റിനോട് എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതായിരുന്നു. ബാംഗ്ലൂർ പോലുള്ള ഒരു സിറ്റിയിലുള്ള ഒരു ഹോസ്പിറ്റൽ അവർക്ക് ഓഫർ ചെയ്തത് 40,000 രൂപയാണെന്ന്. 40,000 രൂപ വലുതാണോ ചെറുതാണോ എന്നൊക്കെ അവർ തന്നെ അവരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം കുറേ മീഡിയയും ചാനലും അത് ചർച്ച ചെയ്തിട്ടുമുണ്ട്. നമ്മളിന്ന് പറയാൻ പോകുന്നത്, സാധാരണ ഒരാൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് പ്രധാനമായിട്ട് 3 മോട്ടീവ്സാണ് ഉണ്ടായിരിക്കുക ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സാലറി, റെക്കഗ്നേഷൻ, മീനിങ് ഫുൾ വർക്ക്. സാലറി എന്ന് പറയുന്നത് അയാൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് നീഡാണ്. അതുപോലെ റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് അവിടെ നിന്ന് കിട്ടുന്ന അപ്രിസിയേഷനും വാലിഡേഷനും ഒക്കെയാണ് സൂചിപ്പിക്കുന്നത്. മീനിങ് ഫുൾ വർക്ക് എന്ന് പറയുന്നത് അയാൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്തിനാണ് വർക്ക് ചെയ്യുന്നത്, ആ ഒരു പേർപ്പസും അവിടെ നിന്ന് ഉണ്ടാകുന്ന ഗ്രോത്തും ഒക്കെയാണ് മീനിങ് ഫുൾ വർക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഇവിടെ സാലറി എന്നുള്ളത് ഒരു ഹൈജീൻ ഫാക്ടറാണ്. അതായത് അത് കുറയുമ്പോൾ, സാലറി കുറയുമ്പോൾ അയാൾക്ക് അവിടെ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനും കുറയും. അവിടെ ഡിസാറ്റിസ്ഫാക്ഷനാണ് കൂടുതലായിട്ടും ഉണ്ടാവുക. അതാണ് ഒരു ഹൈജീൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ അയാൾക്ക് അവിടെ ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ മീനിങ് ഫുൾ വർക്കിനാണ് കുറച്ചുകൂടെ ലോങ് ടേം ആയിട്ടുള്ളത്. അതായത് അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഗ്രോത്ത് ഒക്കെ കാരണം ഒരു ഡീപ്പർ എൻഗേജ്മെന്റും ഒരു ലോങ് ടേം മോട്ടിവേഷൻ ഉണ്ടാക്കാനും മീനിങ് ഫുൾ വർക്കാണ് എപ്പോഴും ഹെൽപ്പ് ചെയ്യുക. 40,000 രൂപ ഒരു ചെറിയ തുകയായതുകൊണ്ടല്ല. ഒരു ദിവസം തന്നെ 14-15 മണിക്കൂർ വർക്ക് ചെയ്യുക, ഒരാളുടെ ജോലിക്കപ്പുറത്തേക്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാരുടെ ജോലി എടുക്കുക, പ്രോപ്പറായിട്ട് ലീവില്ല, ഈവൻ സൺഡേസിൽ പോലും ലീവില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കും സിംപ്ലി ഇറ്റ് ഈസ് നോട്ട് ഫെയർ എന്ന് പറയാൻ പറ്റണം. കിട്ടുന്ന പൈസക്കപ്പുറത്തേക്ക് കിട്ടേണ്ട അപ്രിസിയേഷനും ഗ്രോത്തൊക്കെ നമ്മൾ തന്നെ ഉറപ്പാക്കണം. അതൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ കുട്ടി ആ ജോലി വേണ്ടെന്ന് വെച്ചത്, അതിനെക്കുറിച്ച് സംസാരിച്ചതും. അത്തരത്തിലുള്ള സംസാരങ്ങൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് വിമർശിക്കുന്നതിനപ്പുറത്തേക്ക് അതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. വർക്ക് ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വലിയ സുഖമൊന്നുമില്ല, പിന്നെ മാസാവസാനം പൈസ ക്രെഡിറ്റ് ആകുന്നതാണ് ഏക സമാധാനം. രണ്ടാമത്തെ കാര്യം, പൈസ ഒക്കെ കിട്ടുന്നുണ്ട് പക്ഷെ വലിയ സുഖമൊന്നുമില്ല, ഒന്ന് ബ്രേക്ക് എടുത്താലോ അല്ലെങ്കിൽ ജോലി മാറിയാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇത് രണ്ടും നമ്മൾ കേട്ട് പരിചിതമായിട്ടുള്ള 2 ഡയലോഗ്സ് ആണ്. ഇതൊന്നും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരാളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യമായിരിക്കില്ല മറ്റൊരാളുടെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ. സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ലൊരു മോട്ടീവായിരിക്കും, പക്ഷെ മറ്റൊരാൾക്ക് അതായിരിക്കില്ല. പഠിത്തമൊക്കെ കഴിഞ്ഞ് ആദ്യമായിട്ട് ജോലി കയറിയ ഒരാളെ സംബന്ധിച്ച് സാലറി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ്. പക്ഷെ കുറച്ചധികം കാലം വർക്ക് ചെയ്ത ഒരാൾക്ക് സാലറിയിൽ നിന്നും ആ മോട്ടിവേഷൻ വേറെ എന്തെങ്കിലുമൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും മോട്ടിവേറ്റിംഗ് ഫാക്ടർ ഏർലി ടു മിഡ് ഓർ ലേറ്റ് കരിയർ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വർക്ക് സ്പേസ് ഓഫർ എന്ന് പറയുന്നത് അവിടെ ഫെയർ ആയിട്ടുള്ള പേ ഉണ്ടായിരിക്കും, അപ്രിസിയേഷൻ ഉണ്ടായിരിക്കും, അയാൾക്ക് നല്ല ഒരു പേർപ്പസും ഗ്രോത്തും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള സ്പേസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്, ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്.